അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഉദാഹരണങ്ങളിലൂടെയും മറ്റും സത്യം എത്ര തന്നെ വ്യക്തമായി മനസ്സിലാക്കി കൊടുത്താലും അധിക മനുഷ്യരും അത് അംഗീകരിക്കാതിരിക്കാൻ ന്യായവാദങ്ങൾ ഉയർത്തി തർക്കിക്കുകയാണ് ചെയ്യുക എന്നാണ് കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞത്. സത്യം അംഗീകരിക്കാൻ അവർ തയ്യാറാകാതിരുന്നതിന് അവർ ഉന്നയിച്ച വാദങ്ങളിൽ ഒന്നുകിൽ ദൈവിക ശിക്ഷ ഞങ്ങൾക്ക് നേരിട്ട് കാണണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് മുമ്പുള്ള സമുദായങ്ങൾക്ക് സംഭവിച്ചത് ഞങ്ങൾക്ക് സംഭവിക്കണം. ഇതായിരുന്നു അവരുടെ സത്യനിഷേധത്തെ ന്യായീകരിക്കാൻ അവർ പ്രവാചകന്മാരോട് നിരത്തിയ ദുർന്യായങ്ങൾ. ഇതിലൂടെ അള്ളാഹുവിൻ്റെ സൂക്തങ്ങളെ പരിഹസിക്കുകയായിരുന്നു അവർ എന്നാണ് 55, 56 ആയത്തുകളിൽ പറയുന്നത്. വമാ മന അന്നാസ, ജനങ്ങളെ തടഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ജനങ്ങളെ തടഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അയ്യുമിനു, അവർ വിശ്വസിക്കുന്നതിന്. ഇത് ജാഅഹുമുൽ ഹുദ, നേർമാർഗം അവർക്ക് വന്നു കിട്ടിയപ്പോൾ, സത്യദീൻ മനുഷ്യരുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടപ്പോൾ ആളുകൾ അത് വിശ്വസിക്കുന്നതിൽ നിന്നും വയസ്തഗ്ഫിറു റബ്ബഹും, അവരുടെ റബ്ബിനോട് പാപമോചനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ നിന്നും അവരെ തടയുന്നത് എന്താണെന്ന് വെച്ചാൽ, അതായത് സത്യമാർഗം അവർക്ക് വലിയ അനുഗ്രഹമായി ലഭിച്ചപ്പോൾ പ്രവാചകന്മാർ അവർക്ക് മുമ്പിൽ അത് അവതരിപ്പിച്ചപ്പോൾ അതിൽ വിശ്വസിക്കുകയായിരുന്നു അവർ വേണ്ടിയിരുന്നത്. അങ്ങനെ സത്യം മനസ്സിലായപ്പോൾ തങ്ങൾക്ക് പറ്റിപ്പോയ തെറ്റുകൾ പുറത്തു തരാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് റബ്ബിൻ്റെ തൃപ്തി തേടുകയാണ് അവർ ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ അവർ അത് ചെയ്യുന്നില്ല, നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. അതിനുള്ള കാരണമായി അവർ പ്രവാചകന്മാരോട് ഉയർത്തുന്ന ന്യായവാദം എന്താണെന്ന് വെച്ചാൽ ഇല്ലാ അൻ തഅ്തിയഹും സുന്നത്തുൽ അവ്വലീന, പൂർവികന്മാരുടെ പണ്ട് കഴിഞ്ഞു പോയ സമുദായങ്ങളുടെ ചരിത്രം അവർക്കും വന്നില്ല എന്നതാണ്. അല്ലെങ്കിൽ ഔ യഅ്തിയഹുമുൽ അദാബു ഖുബുല, അല്ലെങ്കിൽ അവർക്ക് ശിക്ഷ നേരിട്ട് വരണം എന്നതുകൊണ്ടുമാണ്. ഒന്നുകിൽ മുൻകാല സമുദായങ്ങൾക്ക് സംഭവിച്ചതുപോലെയുള്ള ശിക്ഷകൾ ഞങ്ങൾക്കും സംഭവിക്കട്ടെ, അപ്പോഴേ ഈ വന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ പ്രവാചകനാണ് എന്ന് തെളിയുകയുള്ളൂ എന്നായിരുന്നു അവരുടെ വാദം. സുന്നത്തുൽ അവ്വലീൻ എന്ന് പറഞ്ഞാൽ ആദ്യകാല സമുദായങ്ങൾ പ്രവാചകന്മാരെ നിഷേധിച്ചപ്പോൾ അള്ളാഹു അവരെ ശിക്ഷിച്ചല്ലോ, അതാണ് സുന്നത്തുൽ അവ്വലീൻ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതല്ലെങ്കിൽ ദൈവത്തിൽ നിന്നുള്ള ശിക്ഷ ഞങ്ങൾ നേരിട്ട് കൺമുന്നിൽ കാണട്ടെ. യഥാർത്ഥത്തിൽ അള്ളാഹുവിൽ നിന്നുള്ള സത്യദീൻ ഒരു സംശയത്തിനും ഇടമില്ലാത്ത വിധം അവർക്ക് വിവരിച്ചു നൽകുന്നുണ്ടെങ്കിലും അള്ളാഹു താക്കീത് ചെയ്യുന്ന ശിക്ഷ നേരിൽ കണ്ടാലേ വിശ്വസിക്കൂ എന്ന ധിക്കാര നിലപാടാണ് അവർ സ്വീകരിച്ചത്. അൽ അദാബു ഖുബുല എന്ന് പറഞ്ഞാൽ ശിക്ഷ കൺമുന്നിൽ നേരിൽ കാണുക എന്നാണ്. തുടർന്ന് അടുത്ത ആയത്തിൽ പറയുന്നത് വമാ നുർസിലുൽ മുർസലീന ഇല്ലാ മുബശ്ശിരീന വ മുൻദിരീൻ, പ്രവാചകന്മാരെ സന്തോഷവാർത്ത അറിയിക്കുന്നവരും മുന്നറിയിപ്പുകാരുമായിട്ടല്ലാതെ നാം അയക്കുന്നില്ല. ഒമാനുർസിലു, നാം അയക്കുന്നില്ല, അൽ മുർസലീന, പ്രവാചകന്മാരെ, ഇല്ലാ മുബശ്ശിരീന, സന്തോഷവാർത്ത അറിയിക്കുന്നവരായിട്ട്. നല്ലവരായി ജീവിച്ചാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ നല്ല പ്രതിഫലം, സ്വർഗം ലഭിക്കും എന്ന സന്തോഷവാർത്ത അറിയിക്കുന്നവരായിക്കൊണ്ട്, വ മുൻദിരീന, താക്കീത് നൽകുന്നവർ, മുന്നറിയിപ്പ് നൽകുന്നവരായിക്കൊണ്ടും. അള്ളാഹുവിനെ ധിക്കരിച്ച് അള്ളാഹുവിനെ നിഷേധിച്ചാൽ അന്ത്യനാളിൽ അതിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്ന മുന്നറിയിപ്പ് നൽകുന്നവരുമായിട്ടല്ലാതെ പ്രവാചകന്മാരെ അള്ളാഹു നിയോഗിച്ചിട്ടില്ല. ഈ ദൗത്യത്തിനു വേണ്ടിയിട്ടാണ് പ്രവാചകന്മാർ നിയോഗിക്കപ്പെട്ടത്. എന്നാൽ സത്യത്തെ അംഗീകരിക്കാൻ തയ്യാറില്ലാത്തവർ എന്താണ് ചെയ്യുന്നത്? വയുജാദിലുല്ലദീന കഫറു ബിൽ ബാത്തിലി, സത്യനിഷേധികൾ ബാത്തിലായ കാര്യങ്ങൾ കൊണ്ട് തർക്കിക്കുകയാണ് ചെയ്യുന്നത്. ബാത്തിലായ കാര്യം എന്ന് പറഞ്ഞാൽ മിഥ്യയായിട്ടുള്ള, അയഥാർത്ഥമായിട്ടുള്ള, അടിസ്ഥാനമില്ലാത്ത, അസത്യമായിട്ടുള്ള കാര്യങ്ങൾ. അത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സത്യം അംഗീകരിക്കാൻ തയ്യാറില്ലാത്തവർ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരോട് തർക്കിക്കുകയാണ് ചെയ്തത്. ലിയുദ്ഹിലു ബിഹിൽ ഹഖ, അതുകൊണ്ട് അവർ സത്യത്തെ തകർക്കാൻ വേണ്ടി, ലിയുദ്ഹിലു, അവർ തകർക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട്, ബിഹി, അതുകൊണ്ട്, അവർ വാദിക്കുന്ന ആ ബാത്തിലുകൾ കൊണ്ട്, അൽ ഹഖ, സത്യത്തെ തകർക്കാനാണ് ബാത്തിലുകൾ കൊണ്ട് അവർ വാദിച്ചത്. വത്തഖദു ആയാതി വമ ഉൻദിറു ഹുസ്വ, എൻ്റെ സൂക്തങ്ങളെയും അവർക്ക് ലഭിച്ച താക്കീതുകളെയും അവർ പരിഹാസ്യമായി എടുക്കുകയാണ് ചെയ്തത്. വത്തഖദു, അവർ എടുക്കുകയും ചെയ്തു, ആയാതി, എൻ്റെ സൂക്തങ്ങളെയും, വമ ഉൻദിറു, അവർക്ക് ലഭിച്ച താക്കീതുകളെയും, ഹുസുവൻ,
തമാശയായിക്കൊണ്ട്, ഹാസ്യമായിക്കൊണ്ട് അവർക്ക് ലഭിച്ച ഖുർആനെയും സത്യദീനിനെയും കുറിച്ച് ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതിനു പകരം അതിനെ തമാശയും പരിഹാസവുമായിട്ടാണ് അവർ എടുത്തത് എന്നാണ് പറയുന്നത്. ഇതേ വിഷയത്തിലുള്ള 3 ആയത്തുകൾ കൂടി പറഞ്ഞ ശേഷം മൂസാ നബിയുമായി ബന്ധപ്പെട്ട സംഭവത്തിൻ്റെ വിശദീകരണമാണ് ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ക്ലാസ്സുകളിൽ അത് പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.